എൻ്റെ പേര് സരസ്വതി അമ്മ എന്നാണ്. എൻ്റെ സ്വന്തം സ്ഥലം ആലപ്പുഴയാണ്. ആലപ്പുഴയിൽ നിന്ന് ഞാൻ തിരുവനന്തപുരത്ത് വന്നിട്ട് 30 വർഷത്തിന് മുകളിലായി. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൊണ്ട് ആട്ടോയ്ക്ക് നമ്മൾ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. അന്ന് ഒരു 1989 ഏകദേശം. ആ സമയത്ത് നമ്മൾ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ ഓട്ടോ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് വടക്കോട്ടാണ് പോകണമെങ്കിൽ ഓട്ടോക്കാരൻ പറയും തെക്കോട്ടാണെങ്കിൽ കൊണ്ടുപോകാം, ആട്ടോ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഒരുപാട് ബുദ്ധിമുട്ടായി, നമുക്ക് ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ വണ്ടി ഒരു 2 വീലർ പഠിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹം തോന്നി. അങ്ങനെ ഡ്രൈവിംഗ് സ്കൂളുകൾ തോറും നടന്നപ്പോഴത്തേക്ക് സ്ത്രീകൾ പഠിപ്പിക്കുന്ന സ്ഥലമില്ല. അവസാനം ആറ്റുകാൽ ഡ്രൈവിംഗ് സ്കൂളിൽ അവിടെയും ചെന്ന് അന്വേഷിച്ചത് നമ്മുടെ ഒരു ബന്ധുവായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോഴും അവിടെയും പഠിപ്പിക്കുന്ന ആണുങ്ങളാണ്. ആണുങ്ങൾ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ സൈക്കിൾ ബാലൻസ് ഇല്ലാത്ത സ്ത്രീകൾ ചെല്ലുമ്പോൾ അവരെ പുറകിൽ ഇരുത്തിക്കൊണ്ടാണ്, പുറകിൽ ആണുങ്ങൾ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ട് കാരണം അന്വേഷിച്ച് അത് വേണ്ടാന്ന് വെച്ചു. അവസാനം ചേട്ടന്മാരൊക്കെ പറഞ്ഞു, എന്തിനാ വല്ല ആണുങ്ങളൊക്കെയും പഠിക്കാൻ വിടുന്നത്, നിനക്ക് തന്നെ പഠിപ്പിച്ചുകൂടെ എന്ന് എൻ്റെ ഭർത്താവിനോട് ചോദിച്ചു. അങ്ങനെ കുറച്ച് ദിവസം ഭർത്താവ് പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ബാക്കിയൊക്കെ വീണാണ് പഠിച്ചത്. ഒരുപാട് വീഴ്ചകൾ വീണിട്ടുണ്ട്. അപ്പോൾ അന്ന് തൊട്ട് എനിക്കൊരാഗ്രഹം വീഴാതെ പഠിപ്പിക്കണം. അപ്പം ഓടിച്ചു. പിന്നെ വണ്ടി പഠിച്ചപ്പോഴത്തേക്ക് നമുക്ക് സൗകര്യമായി. അങ്ങനെ ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ പിടിച്ചുകൊണ്ട് നടന്ന് പഠിപ്പിച്ച് പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ റോഡ് കൊണ്ടുപോകും. അത് വേറെ വണ്ടിയിൽ തന്നെ. അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേക്ക് വേറെ വണ്ടിയിൽ പോകുമ്പോൾ ഇവർ തന്നെത്താൻ ഓടിക്കുന്നു എന്നുള്ള ഒരു വിശ്വാസം വരുമ്പോൾ ധൈര്യമായിട്ട് അവർക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട്. മറ്റേ പുറകെ ഇരുന്ന് പഠിപ്പിക്കുമ്പോൾ ആ പഠിപ്പിക്കൽ കഴിഞ്ഞ് വിടുന്ന സമയത്ത് അവർ താഴെ വീഴും. കാരണം എൻ്റെ ഭർത്താവ് പുറകെ ഇരുന്നാണ് പഠിപ്പിച്ചത്. അങ്ങനെ 5 ദിവസം ഇരുന്ന് പുറകെ ഇരുന്നിട്ടും ശരിയാകാതെ ഞാൻ വരുന്ന വണ്ടിയെ നോക്കും, സൈഡിൽ കൂടെ പോകുന്ന ആൾക്കാരെയൊക്കെ നോക്കും. അപ്പോൾ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ എന്താണ് വണ്ടി അങ്ങോട്ട് പോകുന്നതെന്നുള്ളത് എനിക്കും അറിഞ്ഞൂടാ. നീ എന്തോ വായി നോക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞ് എന്നെ വഴക്ക് പറയുകയും ചെയ്യും. അപ്പം നമ്മൾ നോക്കുന്നിടത്തേക്ക് വണ്ടി പോകുമെന്നുള്ളത് മനസ്സിലായത് ഞാൻ വീഴാൻ തുടങ്ങിയപ്പോഴാണ്. അപ്പോൾ എങ്ങോട്ടാണോ നമ്മൾ നോക്കുന്നത് അങ്ങോട്ട് വണ്ടി പോകും. അപ്പോൾ ബസ്സിനെ നോക്കിക്കഴിഞ്ഞാൽ ബസ്സിൻ്റെ അടുത്തോട്ട് പോകും. അതല്ല ഇടതുവശത്തൂടെ നടന്നു പോകുന്നവരെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ അടുത്തോട്ട് പോകും. അപ്പം നോക്കാതെ നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് നോക്കി തുടങ്ങിയപ്പം വീഴ്ച നിന്ന് നന്നായിട്ട് ഓടിക്കാൻ തുടങ്ങി. അങ്ങനെ ഓടിക്കാൻ തുടങ്ങി നന്നായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സുധീരൻ സാറിൻ്റെ വൈഫിന്, VM സുധീരൻ്റെ സാറിൻ്റെ വൈഫിനെ പഠിപ്പിക്കാനായിട്ട് ഇങ്ങനെ വന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ ഞാൻ തന്നെ ഓടിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ, അതിന് മുമ്പ് ഞാൻ പഠിപ്പിക്കുന്നത് എങ്ങനെ. അപ്പോൾ എൻ്റെയൊക്കെ സാറ് പറഞ്ഞു, നിങ്ങൾ നന്നായിട്ട് ഓടിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് പഠിപ്പിച്ചുകൂടാ. അങ്ങനെയാണ് ഞാൻ പഠിപ്പിക്കാൻ ഇറങ്ങാൻ തന്നെ കാരണം. പിന്നെ ഒരുപാട് VIPsനെ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ഫീൽഡിലുള്ള ആൾക്കാരും, സ്ത്രീ നടത്തുന്ന സ്ഥാപനമായിട്ട് ആൾക്കാർ കൂടുതൽ വരുന്നുണ്ട്. അങ്ങനെ വണ്ടി പഠിപ്പിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് 2 വീലർ പഠിച്ച ആൾക്കാരെല്ലാം പറഞ്ഞു, ടീച്ചറെ കാറ് പഠിപ്പിക്കും, ടീച്ചറെ ഞങ്ങൾ പഠിക്കാൻ വരാൻ ടീച്ചറിൻ്റെ കലാകുമ്പോൾ വിശ്വാസമുണ്ടല്ലോ. അപ്പം വഴക്ക് പറയാതെ പഠിപ്പിക്കുന്നതുകൊണ്ട് അവർക്കൊരു സന്തോഷമാണ്. അങ്ങനെ അവരൊക്കെ കൂടെ നിർബന്ധിച്ചിട്ട് ആദ്യമായിട്ടൊരു ഫിയറ്റ് പഴയ വണ്ടി, സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്ത് ഫിയറ്റ് പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് സ്ത്രീകൾ കൂടുതൽ ഓടിക്കുന്ന ഫിയറ്റായിരുന്നു. അത് കഴിഞ്ഞാണ് മാരുതി തുടങ്ങിയത്. അപ്പോൾ മാരുതി ഇറങ്ങി തുടങ്ങിയപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞു, മാരുതി സ്ത്രീകളുടെ വണ്ടിയാണ്, ഏറ്റവും ചെറിയ വണ്ടി, പാർക്കിങ്ങിനൊക്കെ സൗകര്യം. അങ്ങനെ മാരുതി എടുത്തു. അതും സെക്കൻഡ് ഹാൻഡ് വണ്ടി തന്നെയാണ് എടുത്തത്. അങ്ങനെ മാരുതിയിലും ഒരു ദിവസം ഫിയറ്റ് പഠിപ്പിക്കും, ഒരു ദിവസം മാരുതി പഠിപ്പിക്കും. അങ്ങനെ പഠിപ്പിച്ച് ആൾക്കാർ ഒരുപാടായപ്പം ജെൻസിനെ കൂടെ പഠിപ്പിക്കാനെടുത്തു. കാരണം സ്ത്രീകളെ കിട്ടാൻ പ്രയാസമാണ്. അങ്ങനെ ആണുങ്ങൾ, അപ്പോൾ ഞാൻ വിചാരിച്ചു പ്രായമുള്ള ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ ആ പെൺപിള്ളേർക്കൊക്കെ ധൈര്യമായിട്ട് പോകാമല്ലോ എന്ന് പറഞ്ഞ് പ്രായമുള്ള ആൾക്കാരെ പഠിപ്പിക്കാനെടുത്തു. അവരുടെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നല്ല ചായക്കട കണ്ടാൽ അവിടെ നിർത്തി വടയും ചായയും കുടിക്കാൻ പോകും, അല്ലെങ്കിൽ വെറ്റ തിന്നണം അവർക്ക്. ചിലപ്പം തലേ ദിവസം വെള്ളം അടിച്ചിട്ട് വരുന്നതിൻ്റെ സ്മെല്ലടിക്കും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അത് ശരിയാകത്തില്ല. അങ്ങനെ അവരെ മാറ്റി. പിന്നെ അത് കഴിഞ്ഞ് അറിയാവുന്ന കൊച്ചു പയ്യന്മാരെ റെഡിയാക്കിയെടുത്തു. അങ്ങനെ നിന്നു. കുറച്ചാളൊക്കെ നേരെയൊക്കെ നിൽക്കും. അത് കഴിയുമ്പോൾ അവരുടെ സ്വഭാവം മാറും, പറഞ്ഞു വിടും. ഇപ്പോൾ അത് കാരണം പഠിപ്പിക്കാൻ ആൾ കുറവായതുകൊണ്ട് ഒരാൾ 2 വണ്ടി വെച്ചാണ് എടുക്കുന്നത്. വണ്ടികളുടെ എണ്ണം ഐറ്റം കൂടുതലുണ്ടെങ്കിലേ ആൾക്കാർ പഠിക്കാൻ വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വണ്ടികളുടെ എണ്ണം പല ടൈപ്പ് ആക്കിയിട്ടുണ്ട്. പഠിക്കാനും ഇങ്ങനെ ആൾക്കാർ വരുന്നു. പിന്നെ നമ്മൾ വീഴാതെ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ വഴക്ക് പറയാതെ പഠിപ്പിക്കുന്നത് കൊണ്ട് എളുപ്പം പഠിക്കാൻ പറ്റുന്നുണ്ട്. സമാധാനമായിട്ട് ഒരുപാട് വയസ്സായ ആൾക്കാർ പഠിക്കാനായിട്ട് വരുന്നുണ്ട്. പഠിപ്പിക്കുന്നതിലുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ സ്ത്രീകൾ സാധാരണ പഠിച്ചിട്ട് ഓടിക്കുമ്പോൾ പുരുഷന്മാരെ പോലെ ഒരുപാട് സ്പീഡ് എടുത്ത് ഓടിക്കത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആൾക്കാർ പുറകിൽ നിന്ന് സ്പീഡിൽ വരുന്ന പയ്യന്മാരൊക്കെ ചിലപ്പം വായി വരുന്നതൊക്കെ വിളിച്ച് പറയും. കാരണം നേരം വെളുക്കുമ്പോൾ ഓരോന്ന് ഇറങ്ങിക്കോളും മെനക്കെടുത്താൻ വേണ്ടിയിട്ട്. അവരിട്ട് പോകത്തുമില്ല, ബാക്കിയുള്ളവർ വിടത്തുമില്ല എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ ഓരോ കമൻറ്റുകൾ പറയും. അപ്പം ഞാൻ പറഞ്ഞു വിടുന്നത്, ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ ശ്രദ്ധിക്കരുത്. നമ്മൾ ഓടിക്കുന്ന അപകടം കൂടാതെ ഓടിക്കുക. നമുക്ക് എത്ര വർഷം ഓടിക്കാൻ പറ്റുന്ന അത്രയും നാൾ നമുക്ക് അപകടം ഉണ്ടാകരുത്, നമ്മൾ കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്. അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ പഠിപ്പിച്ചു വിടുന്നത്. പഠിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളാണ് നിയമം പാലിക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ റോഡിൽ അപകടങ്ങൾ കൂടുതലുണ്ടാകുന്ന സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ?
അവർക്ക് ഓവർ സ്പീഡ്, അവർക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. സ്ഥലമില്ലാത്ത സ്ഥലത്തൂടെ നുളച്ച് പോവുക, ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഒരു വണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സൈഡ് റോഡിലോട്ട് പോകണമെങ്കിൽ ആ വണ്ടിയുടെ ഫ്രണ്ടിൽ കൂടെ കയറിയെടുക്കുക, മത്സരിച്ച് ഓടിക്കുക. ഇതൊക്കെ നമുക്ക് പത്രങ്ങളിൽ വായിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും സ്ത്രീകളാണോ കൂടുതൽ അപകടം ഉണ്ടായി കിടക്കുന്നത് അതോ പുരുഷന്മാരാണോ എന്ന്. അതുപോലെ ഹെവി ഡ്രൈവർമാർ. എനിക്ക് ആദ്യം ബസ് കാണുമ്പോൾ പേടിയായിരുന്നു. ബസ് മുന്നേ ഓടിച്ച് പോകുമ്പോഴത്തേക്ക് എൻ്റെ വിചാരം ബസ് അവിടെ പെട്ടെന്ന് നിർത്തി കഴിഞ്ഞാൽ അതേ ചെന്ന് ഇടിക്കുമോ, അല്ലെങ്കിൽ ആ ബസ് പുറകോട്ട് ഉരുളുന്ന സമയത്ത് നമ്മുടെ വണ്ടി അതിൻ്റെ അടിയിലോട്ട് കയറിപ്പോവോ, ഇങ്ങനെയുള്ള ടെൻഷനായിരുന്നു. അതേസമയം ഞാൻ ഹെവി എടുത്തു കഴിഞ്ഞപ്പം എനിക്ക് ആ ഒരു പേടി മാറി കിട്ടി. മറക്കാനാവാത്ത അനുഭവം പറയുകയാണെങ്കിൽ, ആദ്യമായിട്ട് നമ്മൾ ടൂ വീലർ ഓടിക്കുമ്പം, ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഓടിക്കുമ്പോൾ എനിക്ക് പയ്യന്മാരെ പോലെ ഓടിക്കണം, സ്പീഡിൽ ഓടിക്കണം, 2 കൈവിട്ട് ഓടിക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരാഗ്രഹമായിരുന്നു. കാരണം അങ്ങനെയൊക്കെ പിള്ളേർ ഓടിക്കുന്ന കാണുമ്പം അന്നത്തെ കാലത്ത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. കാറിൻ്റെ അല്ല, ടൂ വീലറല്ലേ സ്റ്റൈൽ കാണിക്കാൻ പറ്റത്തുള്ളൂ കൂടുതൽ. അങ്ങനെയൊക്കെ ഓടിക്കുന്ന കാണുമ്പം മുക്കിനൊക്കെ നിൽക്കുന്നവർ ചോദിക്കും, പറഞ്ഞിട്ട് തന്നെ പോന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ ഓവർ സ്പീഡ് കണ്ടുകൊണ്ട് തിരിച്ച് വീട്ടിൽ ചെല്ലത്തില്ല എന്ന് പറഞ്ഞിട്ടാണോ പോന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അന്ന് സ്പീഡ് എടുക്കുമ്പം ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, വിചാരിക്കാതെ ഒരു സൈക്കിളുകാരൻ വലതുവശത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഞാൻ കിള്ളിപ്പാലത്തൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന ആൾ ഞാൻ സ്പീഡിൽ വരുന്നു. ആ ആൾ പെട്ടെന്ന് സൈക്കിൾ എടുത്ത് പൊക്കിയെടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ട് എൻ്റെ കുറുകെ വന്നു. ഞാൻ സഡൻ ബ്രേക്ക് ചെയ്തു, താഴെ വീണു. കാരണം കിള്ളിപ്പാലത്ത് അവിടെ സഡൻ ബ്രേക്കേ പറ്റത്തുള്ളൂ, വെട്ടിക്കാൻ പറ്റത്തില്ല. വെട്ടിച്ചു കഴിഞ്ഞാൽ വേറെ വണ്ടികൾ വരുമല്ലോ. അപ്പോഴെന്തോ അങ്ങനെ തോന്നി, അങ്ങനെ ചെയ്തു. മുഞ്ഞും കുത്തി താഴെ വീണു. താഴെ വീഴുമ്പോൾ അല്ലെങ്കിൽ മുറിവ് പറ്റുമ്പോൾ നമുക്ക് വേറൊരാൾ അപകടപ്പെട്ട് കിടക്കുമ്പോൾ അല്ലെങ്കിൽ ബ്ലഡ് കാണുമ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്കാണ് അതിനെക്കാട്ടി വിഷമം തോന്നുന്നു. അതേസമയം വീണിട്ട് എനിക്കൊന്നും തോന്നിയില്ല, വേദനയില്ല, ഒന്നുമില്ല. ഇവിടെ മുറിവുണ്ടായിരുന്നു, 11 സ്റ്റിച്ചുണ്ട്. ഈ പല്ല് മടങ്ങി അകത്തോട്ട് പോയി. അപ്പോൾ ആ സഡൻ ബ്രേക്ക് അനുഭവം ഇപ്പോഴും ഞാൻ പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ലേണിങ്ങിൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ സഡൻ ബ്രേക്ക് ചെയ്യുന്നതിലുള്ള അപകടം, അതേപോലെ ഒരാൾ വട്ടം ചാടിയാൽ അല്ലെങ്കിൽ ഒരു പൂച്ചയോ പട്ടിയോ എന്തെങ്കിലും വട്ടം ചാടിക്കഴിഞ്ഞാൽ നമ്മൾ വെട്ടിച്ചിട്ട് നമ്മൾ അപകടത്തിലോട്ട് പോകരുത്. അപ്പോൾ അത്രയും നമുക്ക് കൺട്രോൾ വേണം. അതുപോലെ തന്നെ 3 വീലുള്ള വണ്ടിയുടെയും 4 വീലുള്ള വണ്ടിയുടെയും പുറകെ പോകരുത്. 3 വീലുള്ള വണ്ടി കുഴിയെ നടുക്കാക്കിയിട്ട് ഫ്രണ്ട് വീലിങ്ങനെ വെട്ടിച്ച് പോകും, ബാക്കിലെ വീല് കുഴിയെ നടുക്കാക്കി പോവും. അതേപോലെ തന്നെ ഒരു ബസ്സും കാറും ഒക്കെ വരികയാണെങ്കിലും കുഴിയെ നടുക്കാക്കി പോവും. നമ്മൾ ടൂ വീലറിൽ ഓടിച്ച് വരുമ്പം അതിൻ്റെ മധ്യത്തൂടെ വരികയാണെങ്കിൽ സ്പീഡിൽ വരുമ്പം ഈ മുന്നേ പോകുന്ന വാഹനത്തിൻ്റെ മറവ് കാരണം നമുക്ക് കുഴി കാണാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ കുഴി വീണിട്ടുണ്ട്. എതിരെ വണ്ടി വരുമ്പോഴത്തേക്ക് സൈഡിൽ കൂടെ എടുക്കുമ്പോൾ ആ സൈഡിൽ ഓടയുണ്ട്, ഓടയുടെ സൈഡ് ഒതുക്കുമ്പോൾ വണ്ടി ഓടയിലോട്ട് പോവുമോ, അല്ലെങ്കിൽ ഇടതുവശത്തൂടെ നടക്കുന്ന ആളിനെ ഇടിക്കുമോ, അല്ലെങ്കിൽ ആ ഒരു റോഡ് പണിക്കുള്ള മെറ്റിൽ ഇറക്കിയിട്ടിരിക്കുന്നത് അതിൻ്റെ പുറത്ത് കയറുമോ എന്ന് ചിന്തിച്ച് തീരുന്നതിനും അങ്ങോട്ട് വീഴും. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്, എങ്ങോട്ടെങ്കിലും നോക്കിയാൽ വണ്ടി അങ്ങോട്ട് പോകും, നമുക്ക് പോകേണ്ട സ്ഥലം അല്ലെങ്കിൽ നമ്മുടെ വണ്ടിക്ക് പോകേണ്ട സ്ഥലമേ നോക്കാവൂ എന്ന് പറഞ്ഞു കൊടുക്കാൻ കാരണം, ഞാൻ പറഞ്ഞ് ബുക്കിൽ എഴുതി വായിക്കുന്നതല്ല, എനിക്ക് പറ്റിയ അപകടങ്ങളാണ്. ഓട്ടോയുടെ പുറകെ അല്ല, ബസ്സിൻ്റെ പുറകെ പോയിട്ട് ഞാൻ കുഴി ചാടിയിട്ടുണ്ട്. ബസ് വരുമ്പം സൈഡ് ഒതുക്കി ഓടയ്ക്കകത്ത് വീണിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ ഓടിച്ച് പോകുമ്പം പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത്, ടെൻഷൻ വന്ന് പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് എൻ്റെ വണ്ടിയുടെ പുറകിൽ വേറെ വണ്ടി കൊണ്ടിടിച്ചിട്ടുണ്ട്. അപ്പം ഞാനങ്ങനെ കാറ് പഠിച്ച് ഓടിക്കാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് വണ്ടി ഇടിച്ച് തിളങ്ങിയിട്ടുണ്ട്, ഫ്രണ്ടും സൈഡും എല്ലാം. കാരണം ഫ്രണ്ട് പോകുന്നിടത്തേക്ക് ബാക്ക് വരുന്നുണ്ടോ എന്ന് ഞാൻ തിരിഞ്ഞു നോക്കും. അത് നോക്കണ്ട, ഫ്രണ്ട് വീലേ കറങ്ങത്തുള്ളൂ, ഫ്രണ്ട് തട്ടാതെ എടുത്താൽ ബാക്ക് അതിൻ്റെ പുറകെ വരുമെന്നുള്ളത് പഠിപ്പിക്കുന്നവർ പറഞ്ഞു തന്നാലേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് കൊണ്ട് റിവേഴ്സ് എടുക്കുമ്പോൾ വണ്ടി സൈഡ് ഒരയാതെ നന്നായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ എച്ചൊക്കെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ആ അളവിൻ്റെ കമ്പിയെ ഞാൻ പറയും 2 വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ പോസ്റ്റാണ്, അല്ലെങ്കിൽ നമ്മുടെ ഗേറ്റിനകത്തോട്ട് കയറ്റിയിടുന്ന 2 തൂണാണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ എങ്ങനെയാണോ വളയ്ക്കുന്നത് അപ്പോൾ അത് അങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സും പാർക്കിങ്ങും നന്നായിട്ട് എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ തട്ടലും മുട്ടലും ഒഴിവാക്കണമെങ്കിൽ മുന്നേ പോകുന്ന വാഹനമായിട്ട് എപ്പോഴും കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് വണ്ടി ഓടിക്കണം. ആ വണ്ടി ബ്രേക്ക് ചെയ്താൽ നമ്മുടെ വണ്ടി അതിൻ്റെ പുറകെ കൊണ്ട് തട്ടരുത്. ആ വണ്ടിക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ നമ്മുടെ വണ്ടി റിവേഴ്സ് എടുക്കാതെ റൈറ്റോ ലെഫ്റ്റോ നമുക്ക് നീങ്ങിപ്പോകാൻ പറ്റണം. അതല്ല, നിർത്തിയിരിക്കുന്ന വണ്ടി പുറകോട്ട് ഉരുണ്ടാൽ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ കൊണ്ട് ആ വണ്ടി തട്ടരുത്. അപ്പോൾ അതിനാണ് ആ ഡിസ്റ്റൻസ് എപ്പോഴും ഓടിക്കുമ്പോഴും നിർത്തുമ്പോഴും പാർക്ക് ചെയ്യുമ്പോഴും എല്ലാം അത് വേണമെന്ന് പറയും. അതുപോലെ തന്നെ വേറൊരു വണ്ടിയെ നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോകുമ്പം, അതിപ്പോൾ ഒരു കാറാണ് അല്ലെങ്കിൽ ഒരു ബൈക്കാണ്, ബൈക്കിൽ പുറകെ ആളിരിപ്പുണ്ട്, എന്നാലും അങ്ങനെ പോകുന്ന സമയത്ത് ആ ഗ്യാപ്പ് ഇടാതെ നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോയാൽ ആ ബാക്കിലിരിക്കുന്ന ആൾ, ഇപ്പം 2 പേര് പോകുന്നു, പുറകെ ഇരിക്കുന്ന ആൾ സാരി കൊടുത്ത് ഒരു വശത്തോട്ട് കാലിട്ടിരിക്കുകയാണ്, ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആളിന് പെട്ടെന്നൊരു കോൾ വരുന്നു, ആ ആൾ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഓടിച്ചാൽ ഒരു കല്ലിൻ്റെ പുറത്ത് ടയർ കയറിയാൽ ടയർ തെന്നും, സാരി തെന്നുന്നതാണെങ്കിൽ ഉരുണ്ട് താഴെ വീഴും. അങ്ങനെ വീണാൽ ഗ്യാപ്പ് നോക്കാതെ ഓവർടേക്ക് ചെയ്ത് വരുന്ന ആൾ ഈ വീഴുന്ന ആളിൻ്റെ പുറത്തോട്ട്, അല്ലെങ്കിൽ പുറകിൽ കുറച്ച് സാധനങ്ങൾ കെട്ടി വെച്ചിരിക്കുന്നു, അതാണ് താഴെ വീഴുന്നതെങ്കിൽ അതിൻ്റെ പുറത്ത് കയറും.
അപ്പോൾ അങ്ങനെ ഓവർടേക്ക് ചെയ്യുമ്പോഴുള്ള ആ ഗ്യാപ്പ് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയും. അതുപോലെ തന്നെ ഓവർടേക്ക് ചെയ്ത് വണ്ടിയുടെ മുക്കാൽ ഭാഗം എത്തുമ്പം ഓപ്പോസിറ്റ് സൈഡിലൊരു വണ്ടി വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ പോകുന്ന വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് കയറിയാൽ ഈ പുറകിൽ നിന്ന് വരുന്ന വണ്ടി അകലം നോക്കാതെ ശ്രദ്ധിക്കാതെ വരുന്ന വണ്ടിയാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ പുറകിൽ കൊണ്ടിരിക്കും. അപ്പോൾ ഓവർടേക്ക് ചെയ്ത് കുറച്ച് ദൂരം മുന്നോട്ട് പോയി കുറച്ച് ഗ്യാപ്പായിട്ടേ സൈഡ് എടുക്കാവൂ എന്ന് പറയും. അപ്പോൾ അങ്ങനെ മുന്നേ പോകുന്ന വാഹനമായിട്ടുള്ള അകലം, ഓവർടേക്ക് ചെയ്യുമ്പോൾ സൈഡിൽ നിന്നുള്ള അകലം, ഓവർടേക്ക് ചെയ്ത് ഫ്രണ്ടിൽ കയറുമ്പോഴുള്ള അകലം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള അപകടങ്ങൾ ഒഴിവാക്കാം. പിന്നെ ഒരു വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഹോൺ അടിച്ച് മുന്നറിയിപ്പ് കൊടുക്കാതെ നമ്മൾ സൈഡിലോട്ട് എടുക്കരുത്. നമുക്ക് സൈഡിലോട്ട് പോകണമെങ്കിൽ നമ്മൾ ആ പോകുന്ന വണ്ടിയുടെ പുറകിൽ നിന്നേ നമ്മൾ ലെഫ്റ്റിലോട്ട് എടുക്കാവൂ. അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഞാനിവിടെ വന്ന സമയത്ത് റോഡ് ക്രോസ് ചെയ്യാൻ എനിക്ക് പേടിയായിരുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഞാൻ റോഡിൽ നിന്നിട്ട് ആരെങ്കിലും റോഡ് ക്രോസ് ചെയ്യാൻ നിൽപ്പുണ്ടെങ്കിൽ അവരുടെ നിഴൽ പറ്റിയിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. അതേസമയം വലതുവശത്തു നിന്ന് വാഹനം വരുന്നില്ലെന്ന് ഉറപ്പ് വരുത്തി പതുക്കെ മുന്നോട്ട് നീങ്ങിയിട്ട് പിന്നെ വലതുവശം നോക്കേണ്ട കാര്യമില്ല. ഇടതുവശത്തു നിന്ന് വരുന്ന വാഹനങ്ങളെ തടസ്സപ്പെടുത്താതെ അപ്പുറത്തോട്ട് പോകാം. അങ്ങനെ നമുക്ക് ക്രോസ് ചെയ്ത് പോകാനാണെങ്കിലും വാഹനത്തിൽ പോകാനാണെങ്കിലും അങ്ങനെ എടുക്കാൻ പറ്റും. അല്ലാതെ ഒറ്റ എടുപ്പിന് രണ്ട് വശത്തോട്ട് നോക്കിക്കൊണ്ട് നിന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് കട്ട് ചെയ്താൽ നമ്മുടെ വണ്ടിയുടെ പള്ളക്ക് കൊണ്ട് വേറെ വണ്ടി കൊണ്ടിടിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ 1 മണിക്കൂറോളം ലേണിങ്ങിൻ്റെ ക്ലാസ് കൊടുത്തിട്ടാണ് അവരെ ലേണിംഗ് ടെസ്റ്റിന് കൊണ്ടുപോകുന്നത്. കാരണം അപകടം ഉണ്ടാകുന്നത് നമ്മൾ ഓടിക്കുമ്പോൾ മാത്രമല്ല, നമ്മൾ വേറെ ആളിൻ്റെ പുറകിൽ യാത്ര ചെയ്യുമ്പോൾ, ഇപ്പോൾ 2 വീലറിൽ തന്നെ നമ്മൾ പുറകിൽ യാത്ര ചെയ്യുമ്പോൾ ഓടിക്കുന്ന ആൾ ഓവർ സ്പീഡാണെങ്കിൽ അത് പറഞ്ഞ് കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ ആ ആളിൻ്റെ പുറകിൽ കയറരുത്. ഇങ്ങനെ പറഞ്ഞു വിടുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ അറിവിൽ നമ്മുടെ സ്കൂളിൽ പഠിച്ച ഒരു പയ്യൻ ഒരു ഫ്രണ്ടിൻ്റെ പുറകിലിരുന്ന് പോയിട്ട് പുറകിലിരുന്നയാൾ നിർത്തിയിട്ടിരുന്ന ഒരു ആട്ടോയിൽ കൊണ്ട് തട്ടിയിട്ട് അപകടം ഉണ്ടായി. അപ്പോഴേ പയ്യൻ മരിച്ചു. അപ്പോൾ ആ ഒരു അനുഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. ഒരു മാസം ആകുന്നതിന് മുമ്പ് പത്രത്തിൽ പയ്യൻ്റെ ഫോട്ടോ വന്നു. നമ്മൾ ആദ്യം പത്രം നോക്കുന്നത് വല്ല ആക്സിഡൻറ്റ് വല്ലതും ഉണ്ടോയെന്നാണ്. കാരണം ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തുന്നു, നമ്മളൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോയവരോ അല്ലെങ്കിൽ പ്രാക്ടീസ് എടുത്ത് പോയവർക്കോ ഒന്നും പറ്റരുതെന്ന് വിചാരിച്ചിട്ടാണ് എന്നും പത്രം എടുത്ത് നോക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മൾ പറയുമ്പം അപകടത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പം ഒരു ഇടി ഇടിച്ചു, അപ്പോഴേ ആൾ മരിച്ചു, അവർക്കൊന്നും അറിയണ്ട. കയ്യോ കാലോ ഒടിഞ്ഞു കിടന്നാൽ ജീവിതകാലം മുഴുവൻ അവർക്ക് ദുഃഖമല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഓവർ സ്പീഡ് എടുക്കരുതെന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ ലേണിംഗ് ടെസ്റ്റ് കൊണ്ടുവന്നത്. ഇപ്പോൾ ലേണിങ്ങിൻ്റെ അതുപോലെ തന്നെ ഒരു അവയർനെസ് ക്ലാസ് ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെയൊക്കെ പ്രയോജനമുണ്ട്. അതുകൊണ്ട് പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്കിപ്പം ഒട്ടും അറിയാൻ വയ്യാത്ത ആളെന്ന് പറഞ്ഞാൽ ഇത് ഈ ലേണിങ്ങിൻ്റെ ടെസ്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, മാനസികമായോ ശാരീരികമായോ സുഖമില്ലാത്ത അവസ്ഥയിൽ വാഹനം ഓടിക്കുന്നത് കണ്ടുപിടിക്കപ്പെട്ടാൽ ഡ്രൈവർക്ക് ലഭിക്കാവുന്ന ശിക്ഷ എന്ന് പറയുന്നുണ്ട്. ഏതെങ്കിലും രീതിയിൽ മനസ്സ് പ്രയാസമോ അല്ലെങ്കിൽ മരുന്ന് കഴിച്ച് വയ്യാതെ ഇരിക്കുന്ന സമയത്തോ ഒരു ക്ലാസ് എടുക്കാമെന്നും പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ നടക്കത്തില്ല. കാരണം അവരുടെ മനസ്സിന് കൺട്രോൾ വേണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഒരു 15 മണിക്കൂർ കൊണ്ട് പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് ഈ ഡ്രൈവിംഗ് തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ബ്യൂട്ടി പാർലർ തുടങ്ങി. അപ്പം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. കാരണം വണ്ടി പഠിച്ച് കറക്കുന്ന ആൾക്കാരെ, വെയിലത്ത് 2 വീലർ പഠിച്ച് കഴിയുമ്പോൾ കറക്കുന്ന ആൾക്കാരെ പാർലർ അവരെ ഉദ്ദേശിച്ചാണ് തുടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ തയ്യൽ പഠിപ്പിക്കുന്നുണ്ട്. തയ്യൽ സ്റ്റിച്ചിങ് സെൻറ്റർ നടത്തുന്നുണ്ട്. അത് മോനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതെല്ലാം ഡ്രൈവിംഗ് സ്കൂളിനോട് ചേർന്ന് തന്നെയാണ്. പിന്നെ ജുവൽ മേക്കിംഗ് ക്ലാസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം സ്വയം തൊഴിലെന്നുള്ള രീതിയിൽ ജോലി ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ ജോലിക്ക് വീട്ടിൽ നിന്ന് വിടാത്തവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു പിന്നെ സ്ഥിര വരുമാനമാകും. പിന്നെ നല്ല സ്റ്റാഫിനെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. പഠിപ്പിക്കുന്ന ആൾക്കാരുടെ കാര്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ ഓഫീസിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ ചെയ്യാൻ ആളിനെ കിട്ടിയില്ലെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ചില സമയത്ത് അനുഭവപ്പെടാറുണ്ട്. ഞാൻ പറയുന്നത് ധൈര്യമായിട്ട് മുന്നോട്ട് വരണം എന്നാണ്. അവർ ആദ്യം ഒക്കെ ആൾ കുറവായിരിക്കും, പക്ഷേ കുറവാണെന്നും പറഞ്ഞ് പിന്നോട്ട് മാറാതെ, അത് ഏത് സ്ഥാപനം നമ്മൾ ഏത് ബിസിനസ് തുടങ്ങിയാലും പേര് കൊണ്ടാണ്. അപ്പം നല്ല രീതിയിൽ നമ്മൾ എങ്ങനെ തുടങ്ങുന്നോ അന്നത്തെ ആ സ്വഭാവം നമ്മുടെ മാറാതിരിക്കുക. കാരണം എത്ര നമുക്ക് വാഹനം ഉണ്ടായാലും എത്ര നമുക്ക് ധനം ഉണ്ടായാലും നമ്മൾ ആദ്യം തൊട്ടുള്ള കാര്യങ്ങൾ മറക്കാതിരിക്കുക. ആൾക്കാരുമായിട്ടുള്ള പെരുമാറ്റം, കൃത്യനിഷ്ഠ, ഇതൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റും. അതിന് വിദ്യാഭ്യാസം ഒരു തടസ്സമേ അല്ല.